പതിനായിരക്കണക്കിന് വരുന്ന പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന മുരീദന്മാർ, അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത, അവർക്ക് തർബിയത്ത് കാണിച്ചു കൊടുത്ത പണ്ഡിത പ്രഭുവായ ആത്മീയ രംഗത്തെ സൂര്യ തേജസ്സായ മഹാനായ ശൈഖുനാ കണ്ണിയാല അബ്ദുള്ള മൗലാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കൂട്ടരെ വിടുവായുധം പറയുകയല്ല, ആ അവസാന നിമിഷം വരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോയവരാവരോ. അഥവാ വഫാത്ത് കണ്ണിയാല മൗല വഫാത്താകുന്നതിന്റെ 18 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ദാരിമിയാണ്. അദ്ദേഹം കണ്ണിയാല മൗലയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണിയാല മൗല പറയുകയാണ്, മോനെ ഇനി നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട, ഇനി വരാൻ തോന്നുന്നുണ്ടെങ്കിലോ 18ാമത്തെ ദിവസം രാവിലെ വന്നാൽ മതിയെന്നോ. സുബ്ഹാനല്ലാഹ്, ആ 18 ദിവസം പൂർത്തിയായി രാവിലെ ഉസ്താദിനെ കാണാൻ വേണ്ടി ഈ ദാരിമി പോയപ്പോ ആ ദാരിമി കണ്ടതോ ഉസ്താദിന്റെ മയ്യിത്താണ്. കണ്ണിയാല മൗല വഫാത്തായി കിടക്കുന്നു എന്ന് വച്ചാൽ മരിക്കുന്നതിന്റെ 18 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട് എന്ന് അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്റെ ശിഷ്യനോട് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇത് മനസ്സ് നന്നാക്കിയ ഇബ്ലീസിനെ പിടിച്ചു കെട്ടിയ മഹാന്മാരുടെ കഥയാണ്. ആ മൗല ഈ ലോകത്തോട് വിട പറയുമ്പോ തന്റെ ചുരുട്ടി വെച്ച കൈയൊക്കെ നിവർത്തി വെച്ചോ, ആ കുപ്പായ കൈ നിവർത്തി വെക്കുകയും എന്നിട്ട് തലപ്പാവ്, ചുക്കിച്ചുളിഞ്ഞു കിടക്കുന്ന തലപ്പാവ് അതങ്ങ് ഊരിയിട്ട് മനോഹരമായിട്ട് പച്ച തലപ്പാവ് കിട്ടുകയും എന്നിട്ട് നല്ല കുടുക്കൊക്കെ ഈ ഭാഗത്തുള്ള കുടുക്ക് ഇങ്ങനെ ഊരിയിട്ടാ ഉണ്ടായത്, അതൊക്കെ മനോഹരമായിട്ട് കുടുക്കൊക്കെ ധരിക്കുകയും എന്നിട്ട് മനോഹരമായി കിടക്കുകയും വലതുഭാഗം ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി കിടന്നിട്ടോ 3 തവണ ഉറക്കെ പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാ മഹാനായ കണ്ണിയാല മൗലൂപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളും അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.